നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം കൈവിഷ സംബന്ധമായ കാര്യങ്ങളാണ്. കൈവിഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടോ? ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ അതിൻ്റെതായിരിക്കും. അപ്പൊ ഞാൻ ഈ പരിധിയിൽ പറയുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവിഷം ഏൽക്കാൻ സാധ്യത കൂടുതലായി കാണുന്നു. പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് കൈവിഷം ഏറ്റിട്ടുണ്ട് എന്നും പറഞ്ഞ് ഉടനെ തന്നെ അതിന്റെ പരിഹാരം തേടി പോകുകയല്ല വേണ്ടത്. നിങ്ങൾ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് നിങ്ങൾ കൈവിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ജ്യോത്സ്യന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങൾക്ക് കൈവിഷം ഏറ്റിട്ടുണ്ടെന്ന്. അതിന് ജ്യോതിശാസ്ത്രത്തിൽ ജ്യോതിഷന്മാർക്ക് അതിനെ പറ്റി പറഞ്ഞു തരാനുള്ള അറിവുണ്ടാവും ജ്യോതിശാസ്ത്രപരമായിട്ട്. അപ്പൊ അത് ആദ്യം നിങ്ങൾക്ക് ഇത് ഏറ്റിട്ടുണ്ട എന്ന് അറിഞ്ഞിട്ട് വേണം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ. അല്ലാതെ വെറുതെ സ്വയം അങ്ങോട്ട് തീരുമാനിക്കരുത് എനിക്ക് കൈവിഷം ഏറ്റിട്ടുണ്ടെന്ന്. അപ്പൊ കൈവിഷം എന്നത് ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. കൈവിഷം എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. അനുഭവിക്കാത്തവര്, അത് ഏക്കാത്തവര് ചിലപ്പോൾ ഇതിനെ ചിരിച്ചു തള്ളും. ഇത് അന്ധവിശ്വാസമാണ്, നിങ്ങളിങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണെന്ന് അവർ പറയും. കാരണം അവർക്കിത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അനുഭവിച്ചവർക്കേ ഇതിന്റെ വിഷമങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ കൈവിഷം എന്നത് ഉള്ള ഒരു വസ്തുത ശരിയാണ്. കൈവിഷം എന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് കൈവിഷത്തെ പറ്റി. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. ഇതിന് ശാസ്ത്രീയമായ ചില തെളിവുകളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ജ്യോതിഷ ആചാര്യന്മാർ കൈവിഷത്തെ പറ്റി അല്ലെങ്കിൽ മറ്റേ ആഭിചാര ക്രിയകളെ പറ്റിയൊക്കെ ഈ കണ്ണേറ്, അതുപോലെ ദൃഷ്ടിദോഷം തന്നെ കണ്ണേറ്, പിന്നെ അതുപോലെ വാഗ്ദോഷം, പ്രാഗ്ദോഷം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ പറ്റിയൊക്കെ ജ്യോതിഷ ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിലൊരു കാര്യമാണ് കൈവിഷം. അപ്പൊ കൈവിഷം എന്നുള്ളൊരു വസ്തുതയുള്ളതാണ്. ഇല്ല എന്ന് നമുക്കതിന് പറയാൻ പറ്റില്ല. ഉള്ളതാണ്, നമുക്ക് അനുഭവത്തിലുള്ളതാണ്. നമ്മളുടെ അടുത്ത് പലരും ഇത് അന്വേഷിച്ച് വന്നിട്ടുള്ളതും കാര്യങ്ങൾ നോക്കി പറഞ്ഞിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ടറിയാവുന്നതിന്റെ പേരിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിന് ദൈവികമായ പരിഹാരങ്ങളുമുണ്ട്. ഇതിന് ദൈവികമായ പരിഹാരം ഈ കൈവിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം, എന്നാലേ അതിന് പരിഹാരമാവുകയുള്ളൂ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ കൈവിഷം തരുന്നത്? ഒരാളെ വശീകരിക്കാൻ, ചിലപ്പോൾ സ്ത്രീയോ പുരുഷനോ തമ്മിൽ വശീകരിക്കാനോ, അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാനോ, അല്ലെങ്കിൽ തന്റെ ഇംഗിതം അവനിൽ കൂടെ നടത്തിയെടുക്കാനോ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ശത്രുത വരുമ്പോൾ ഒരുവനെ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളിലോ ഒക്കെ തന്റെ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു കാര്യമായിരുന്നു കൈവിഷത്തെ കാണാം. അപ്പൊ പല വിധത്തില് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കുറുക്കു വഴിയിലൂടെ ചെയ്യുന്ന, അതായത് പെട്ടെന്ന് അവർക്ക് കാര്യം നേടണം, അവരെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയായിട്ട് കാണുകയും ചെയ്യണം. ഇതാണ് ഈ കൈവിഷത്തിൽ പറയുന്നത്. കൈവിഷ സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അതാണ്. അപ്പോ ഈ വശീകരിക്കാൻ, പ്രേമം സഫലമാകാൻ, അല്ലെങ്കിൽ ചില
സ്ത്രീകളെ തന്റെ ഇംഗിതത്തിന് വശപ്പെടുത്താൻ, ഇതൊക്കെ ചിലർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം തൽക്കാലം അതിൽ നിന്നൊക്കെ അവർക്ക് ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരും. പക്ഷെ അവന് തിരിച്ച് വരുന്ന ഒരു സമയമുണ്ട്. അത് അവൻ്റെത് ചില സമയങ്ങളുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അത് പറയാം. ഇതെപ്പോഴാണ്, ഏത് സമയത്താണ് ഇതൊക്കെ നമുക്ക് കൂടുതൽ അനുഭവത്തിൽ വരുന്നതെന്ന് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറയാവുന്നതാണ്. നമുക്ക് ചില ഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെ ദശാകാലത്തോ അപഹാരകാലത്തൊക്കെ ഇതൊക്കെ നമ്മളിലേക്ക് പെട്ടെന്ന് വന്ന് കയറുകയും ചെയ്യും. അതാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറയാവുന്ന ഈ വിഷയത്തെ പറ്റി കൂടുതൽ ഞാനിവിടെ പറയുന്നതാണ്. അപ്പോ ചിലരുടെ കാര്യസാധ്യതക്ക് വേണ്ടി നടത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷണം എന്താണ്? അതാണ് ഇപ്പൊ ആദ്യം ഞാൻ പറയുന്നത്. ഇങ്ങനെ കൈവിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം എന്താണ്? ലക്ഷണം എന്ന് പറയുന്നത് ഒരാള് മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കും. ഈ സമയത്ത് മാനസികമായ ഒരു പ്രയാസങ്ങൾ ഇയാൾക്ക് ഉണ്ടാകും. അത് പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളായിരിക്കും ഇയാൾ അനുഭവിക്കുക. ഉറക്കമില്ലാത്തൊരവസ്ഥ വരും. ഉറക്കമില്ലായ്മ ഒരു ലക്ഷണമാണ്. മാനസിക പ്രയാസങ്ങൾ ഒരു ലക്ഷണമാണ്. അലസത, മടി, രാവിലെ എഴുന്നേൽക്കില്ല. അതുകൂടാതെ ജോലിക്ക് പോകില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യമായിരിക്കും. ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ പറയും. ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ്. അതായത് കൈവിഷം ഏറ്റാറുണ്ടെങ്കിൽ അവന് ഉറക്കം ഉണ്ടാവില്ല. അതുകൂടാതെ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക. അതുകൂടാതെ അവന് മടിയും അലസതയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. ഇതുകൂടാതെ എപ്പോഴും അവന് വയറിനുള്ളിൽ ഒരു എരിച്ചില് പോലെ അവന് തോന്നും. കാരണം ഇതൊരു വിഷമാണ് നമ്മൾക്ക് തരുന്നത്. അപ്പോ വയറ്റിൽ ചെന്നാൽ വയറെപ്പോഴും ഒരു എരിച്ചില് പോലെ തോന്നും. പരിങ്ങി എപ്പോഴും വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീണ്ടും കക്കൂസയിൽ പോകണമെന്നുള്ള ഒരു അവസ്ഥയും വരും. ഒരു പ്രാവശ്യം പോയി വന്ന് വീണ്ടും പോകണമെന്നുള്ള ഒരു അവസ്ഥയും ഒരു തോന്നലും ഈ സമയത്ത് ഇവർക്കുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒരു ലക്ഷണമായിട്ട് ഇതിനെ കാണാം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുവന് ഏറ്റിട്ടുണ്ടാ ഇല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. എന്നിട്ടാണ് പരിഹാരം ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ കളയാനായിട്ട് ചിലരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. കൈവിഷം ഛർദിപ്പിച്ച് കളയും, കൈവിഷത്തിന് മറുമരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ കൈവിഷം ഉടലോട് ഇങ്ങനെ അതിന്റെ വേരോടുകൂടി പറിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതുപോലെ ചെയ്യുന്ന ചില വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതെല്ലാം എത്രത്തോളം ഫലപ്രദമാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സമൂഹത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. അതൊക്കെ ശരിയാണോ ഇല്ലെന്നൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പരിഹാരമായിട്ട് അവരെ സമീപിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാൽ ഇതിന് ദൈവികമായ പരിഹാരങ്ങൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് പരിഹാരമായിട്ട് ദൈവികമായിട്ട് ചെയ്യാവുന്ന കാര്യം, ഇപ്പൊ ചേർത്തലയിൽ ഒരു മഹാക്ഷേത്രമുണ്ട്, തിരുവിഴ മഹാക്ഷേത്രം. ചേർത്തലയിലുള്ള തിരുവിഴ മഹാദേവ ക്ഷേത്രം. അവിടെ ഇത് ഛർദിപ്പിച്ച് കളയും എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെല്ലാം. അവിടെ ചെന്ന് ഇത് ഉണ്ടെങ്കിൽ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലായാൽ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ അതിനുള്ള മരുന്ന് തന്ന് അത് ഛർദിപ്പിച്ച് കളയും. അങ്ങനെ പലരും അവിടെ പോയിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്.
എന്നാൽ ഇത് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കാത്തവർ, അവർക്ക് സ്വയം ചെയ്യാവുന്ന ചില കാര്യമുണ്ട്. ദൈവികമായ കാര്യം തന്നെയാണത്. അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദ മരുന്ന് കടയിൽ, കാരണം ഞാൻ മരുന്ന് നിർദ്ദേശിക്കണമെന്നല്ല ഇതിന്, ഇത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു മാത്രം. ആയുർവേദ മരുന്ന് കടയിൽ പഞ്ചഗവ്യം എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടും. പഞ്ചഗവ്യം, പശുവിന്റെ 5 സാധനങ്ങളാണ് അതിലുള്ളത്. നെയ്യ്, പാല്, തൈര്, വെണ്ണ, ഗോമൂത്രം, ഇങ്ങനെയൊക്കെയുള്ള 5 കാര്യങ്ങൾ അതിൽ പറയുന്നത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ പഞ്ചഗവ്യം എന്ന് പറയുന്നത്. അത് വിഷാംശത്തെ നശിപ്പിക്കുന്നതും കൂടിയാണ് ഈ പഞ്ചഗവ്യം. അപ്പൊ അത് നമ്മ ഉണ്ടാക്കണ്ട, നമുക്കത് ഉണ്ടാക്കിയ പഞ്ചഗവ്യം ഈ ആയുർവേദ മരുന്ന് കടകളിൽ കിട്ടും. അത് നല്ല വിശ്വാസമുള്ള ഒരു ആയുർവേദ കടയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ കൊടുത്തിട്ട് 7 ദിവസം ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു വാങ്ങണം. എന്തുട്ടാ? 7 ദിവസം ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ഈ ശിവക്ഷേത്രത്തിൽ ഈ പഞ്ചഗവ്യം കൊടുത്ത് ജപിച്ചു വാങ്ങണം. ആ മന്ത്രം ചൊല്ലണം, ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലണം ഈ പഞ്ചഗവ്യത്തിൽ. അത് 7 ദിവസം അവിടെ വെച്ചിട്ട് ജപിച്ചു മേടിക്കണം. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ചെറിയ സ്പൂൺ കഴിക്കാം. അങ്ങനെ 41 ദിവസം, ഒരു മണ്ഡലക്കാലം, അതായത് 41 ദിവസം ഇത് കഴിച്ചാൽ ഇത് ഈ വിഷാംശം നിങ്ങളിൽ നിന്നും ക്രമേണ ലയിച്ച് തീർന്നു പോകും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോ ഇത് കഴിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് പഥ്യമുണ്ട്. പഥ്യം തെറ്റിച്ചാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും. അതും കൂടി കാണണമല്ലോ. എന്ത് കാര്യത്തിനാണെങ്കിലും അതിനൊരു എതിർവശം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ശിവന്റെ അടുക്കൽ, ശിവന്റെ ക്ഷേത്രത്തില് പൂജിച്ച് മേടിച്ച് വളരെ ഭക്തിപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പൊ അത് കഴിക്കുമ്പോൾ മത്സ്യമാംസങ്ങൾ വർജിക്കണം, തുടരുത്. മത്സ്യമാംസങ്ങൾ വർജിക്കണം. മറ്റ് ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കരുത്. മദ്യം, അതേപോലെയുള്ള മറ്റ് ലഹരി കിട്ടുന്ന കാര്യങ്ങൾ, പുകവലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർജിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. മത്സ്യം ഒരിക്കലും കഴിക്കരുത്, മാംസങ്ങളും കഴിക്കരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. കാരണം ഏതെങ്കിലും കാരണവശാൽ അതിൽ മത്സ്യമോ മാംസമോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൂടാതെ ബേക്കറി സാധനങ്ങൾ വാങ്ങി കഴിക്കരുത്. ഈ ബേക്കറി സാധനങ്ങളിൽ ഒട്ടുമിക്ക സാധനങ്ങളിലും മുട്ട ചേരുന്നതാണ്. അപ്പൊ അത് കഴിക്കരുത്. ബേക്കറി സാധനങ്ങൾ, അതായത് ബ്രെഡ് പോലും കഴിക്കരുത്. പിന്നെ അതുകൂടാതെ ഐസ്ക്രീം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കരുത്. അതിലൊക്കെ ചില കൊഴുപ്പുകൾ ചേരും. അപ്പൊ അതുകൊണ്ട് ബേക്കറി സാധനങ്ങളും ഐസ്ക്രീം പോലും നിങ്ങൾ കഴിക്കാൻ തയ്യാറാകരുത് ആ സമയത്ത്. ഇങ്ങനെ വളരെ ശുദ്ധിയോടുകൂടി പഥ്യം എടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ ഒരുവിധമുള്ള കൈവിഷവും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്. ഇത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനത് കഴിച്ചിട്ടുള്ളതല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാർ കഴിച്ചിട്ട് അവരുടെ മാറിയിട്ടുള്ളതാണ്. പക്ഷെ അതേപോലെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്യാം. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാലും മതി കേട്ടോ. അപ്പൊ ഈ കൈവിഷം എന്ന ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.
ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ കൈവിഷം ഏറ്റിട്ടുണ്ടാവും. ഇത് സത്യമായ ഒരു വസ്തുതയാണ്. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.